ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. തൻ്റെ കയ്യിലുള്ള ആ മധ്യ ഗ്ലാസ് സൂര്യ എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഞാൻ എന്തൊരു പാപിയാണ്, ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്ത ഒരു പാപിയാണ്. അതുകൊണ്ട് നന്ദിനി, നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ അമ്മ കാരണമാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയട്ടോ. അപ്പോഴേക്കും ഈ ഗ്ലാസ് എറിഞ്ഞു കൊടുക്കുന്നത് പത്മ താഴെ ഇരുന്ന് കേൾക്കണം. പിന്നീട് പത്മ അവിടെ ഇരിക്കില്ല, പത്മ പെട്ടെന്ന് മുകളിലോട്ട് കയറി വരണം കേട്ടോ. അങ്ങനെ ഇവരുടെ റൂമിൻ്റെ സൈഡിൽ പത്മ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. ഞാൻ എന്ത് പാപിയാണ്, ഞാൻ എന്ത് പാപമാണ് ഈശ്വര ഈ ഒരു പെൺകുട്ടിയോട് ചെയ്തത്. നിൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. തൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്ന ആ സൗഹൃദവും സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ പ്രണയം എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അതൊരിക്കലും ഒരാളോട് പെട്ടെന്ന് തോന്നുന്ന കാര്യമല്ല. അതൊരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ആ പ്രണയം, നിന്നെ പെട്ടെന്ന് ഞാൻ താലി കെട്ടി നിന്നെ പ്രണയിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല. പ്രണയിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചു. പക്ഷേ അവളെ എൻ്റെ അമ്മ കാരണം മരിച്ചു. അവളൊറ്റൊരുത്തിയാണ് മരിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ വിവാഹത്തിന് ഒരുങ്ങിയത് എങ്ങനെയെന്നറിയോ? മിത്രയുമായുള്ള വിവാഹം, അതായത് മുൻമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സമ്പത്തും സ്വത്തൊക്കെ കണ്ടിട്ടാണ് അമ്മ എന്നെ ആ ബന്ധത്തിന് വിവാഹം കഴിപ്പിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ മിത്രയോടും മിത്രയുടെ കുടുംബാംഗങ്ങളോടും അച്ഛനോടും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കലും നിങ്ങളെ എനിക്ക് വിവാഹം കഴിക്കാൻ, നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് സത്യം. പക്ഷെ ഞാനത് പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല. പക്ഷേ പിന്നീട് ഞാനൊരു കരാറെടുത്തിരുന്നു. അതായത് താലി കെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഞാൻ അവളുടെ കഴുത്തിലെ താലി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പത്മ കേൾക്കണം കേട്ടോ. ആ സമയം പത്മ ഇതൊക്കെ കേൾക്കുമ്പോൾ പത്മ ഇതൊക്കെ വലിയ അന്താളിപ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പത്മ ഇങ്ങനെ പത്മയുടെ മുന്നിൽ വെച്ച്, പത്മയുണ്ടെന്ന് സൂര്യക്ക് അറിയില്ലല്ലോ. അങ്ങനെ സൂര്യ നന്ദിനിയോട് പറയണേ, ഞാൻ മിത്രയെ കല്യാണം കഴിക്കാൻ അങ്ങനെയാണ് കരുതിയത്. പിന്നീട് മിത്രയെ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ആ താലി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ എന്നാണ് കരുതിയത്. പക്ഷേ അത് എൻ്റെ അമ്മക്ക് അത്ര വലിയ പ്രതികാരമാവില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പ്രതികാരത്തിനേക്കാൾ വലിയൊരു പ്രതികാരം എനിക്ക് ഏറ്റവും നല്ലത് എന്തെന്ന് തോന്നി. കാരണം നിന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക അതെൻ്റെ അമ്മയുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്നൊരു കല്യാണമാവില്ല. അതെൻ്റെ അമ്മയുടെ മനസ്സിനെ വല്ലാതെ നോവിക്കും. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോ, എന്നാൽ എൻ്റെ അമ്മക്കത് വേദന തന്നെയായി. പക്ഷേ നിന്നെപ്പോലെ ഒരു പാവം പെണ്ണിനെ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ കാരണം എന്തെല്ലാം പീഡനങ്ങൾ, യാതനകൾ, വേദനകൾ അനുഭവിക്കുന്നു. ഇനി ഞാൻ കാരണം അതൊന്നും അനുഭവിക്കാൻ പാടില്ല. നന്ദിനി, ഇനി പോയിക്കോ, ഇനി നീ ഇവിടെ നിൽക്കേണ്ട. അത് കേൾക്കുന്ന പത്മക്ക് പറയാൻ വാക്കുകളില്ല. സന്തോഷം കൊണ്ട് എന്താണ് അവിടെ പറയേണ്ടതെന്നറിയാം. അത്രയും സന്തോഷം കൊണ്ട് പത്മ നിൽക്കുന്നു. ഈ സമയം നന്ദിനി, ഇനി ഞാൻ പറയുന്നു, നീ പോയിക്കോ. സാർ കാര്യമായിട്ടാണോ പറയുന്നത്? അതെ നന്ദിനി, നീ പോയിക്കോ എന്ന് പറയാനായിട്ട് അങ്ങനെ പത്മ ചിരിച്ചും കൊണ്ട്, ഈശ്വര, ഞാൻ ഇത്രയും നാൾ ആഗ്രഹിച്ച ഒരു കാര്യം, നീ ഇനി എൻ്റെ ഭാര്യയായി നിൽക്കേണ്ട, നീ ഭാര്യ വേഷം കെട്ടണ്ട. എല്ലാവർക്കും മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ഇത്രയും നാൾ അഭിനയിക്കുകയായിരുന്നു. പക്ഷേ നമ്മളെ രണ്ടു പേർക്കും ഭാര്യ ഭർത്താക്കന്മാരാവാൻ കഴിയില്ല. അതുകൊണ്ട് നിന്നെ പോലെ ഒരു പാവം പെണ്ണിനെ കെട്ടിയിട്ട് ജീവിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നീ നിൻ്റെ അനിയത്തിയുടെയും മുത്തശ്ശിയുടെ അടുത്ത് പോയി ജീവിച്ചോ. എനിക്ക് നിൻ്റെ മുത്തശ്ശി അനിയത്തിയൊക്കെ നല്ല ഇഷ്ടമാണ്, അവരോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറയാനായിട്ട്. എന്നാൽ പത്മയാണെങ്കിൽ സന്തോഷം കൊണ്ട് താഴെ വരികയാണ്. എന്നാൽ നന്ദിനിക്കാണെങ്കിലോ തൻ്റെ വീട്ടിലോട്ട് സൂര്യ സാർ പോകാൻ പറഞ്ഞിരിക്കുകയല്ലേ, ആ ഒരു സന്തോഷം നന്ദിനിക്കുള്ളിലും വരികയാണ് കേട്ടോ. പിന്നീട് പത്മ യതീന്ദ്രൻ്റെ അരികിലോട്ട് പോകുക. അപ്പോൾ യതീന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങൾ കിടന്നുറങ്ങുന്നില്ലേ? നിങ്ങൾക്ക് എന്താ ഉറക്കം കിട്ടുന്നില്ലേ? എന്താ പായസമോ ചായയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടോ? എന്താ പത്മേ, നീ എന്തെങ്കിലും പറഞ്ഞ് കുത്തി നോവിക്കാൻ എൻ്റെ മുന്നിലോട്ട് വരികയാണ്? അതെന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചത്? ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്. ഈ രാത്രിയാണെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട. ഈ അർദ്ധരാത്രിയാണോ ചായയും പായസമൊക്കെ കുടിക്കുന്നത്? അതൊന്നും നിങ്ങൾ നോക്കണ്ട. എനിക്ക് ഇത്രയും സന്തോഷം കിട്ടിയ ഒരു ദിവസം വേറെ എങ്ങുമില്ല. ഇന്ന് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്തിനാണ് നിനക്ക് ഇത്ര സന്തോഷം? അതെ, ആ വേലക്കാരി പെണ്ണിനെ ഇവിടെ നിന്ന് സൂര്യ പറഞ്ഞയക്കാൻ എന്താ നീ പറയുന്നത്? സ്വന്തം മകൻ്റെ ജീവിതം തകരുന്നതിലാണ് നിനക്ക് ഇത്ര സന്തോഷം. അവനും ഭാര്യ ഭർത്താക്കന്മാരായിട്ടുണ്ടെങ്കിലല്ലേ? അത് കേൾക്കുന്നതിനോടുകൂടി എന്താ പത്മ നീ പറയുന്നത്? സ്വന്തം മകൻ്റെ ഭാര്യയാണ് നന്ദിനി. അവൾ ഭാര്യയോ? എന്തിനാണ് അവളെ പോലെ ഒരു പെണ്ണിനെ ഭാര്യ? എന്താ ആ പാവം പെണ്ണിന് നിന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പത്മയോട് പത്മക്ക് അതിന് ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കുന്ന ആ ഒരവസ്ഥയാണ് കേട്ടോ. എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തതെന്ന് പറയുമ്പോൾ, അവൾ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവൾ ചെയ്ത തെറ്റ് എൻ്റെ അന്തസ്സിന് ചേർന്ന ബന്ധമല്ല അവൾ. അതുകൊണ്ട് അവൾ ഈ വീട്ടിലെ വേലക്കാരിയായി വന്നവൾ. നാട്ടുകാരും ഒക്കെ എന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഒറ്റൊരുത്തി കാരണമാണ് ആ തുറിച്ച് നോട്ടം. എൻ്റെ മകൻ്റെ താലി അവൾ ഏറ്റുവാങ്ങി. അതാണ് ഏറ്റവും വലിയ തെറ്റ്. പത്മ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് അവളെ പോലെയുള്ള ഒരു ബന്ധം എനിക്ക് കൂട്ടിയോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ എനിക്ക് അവളെപ്പോലെ ഒരു പെണ്ണിനെ വേണ്ട, ഈ വീട്ടിൽ ഇനി അവളെപ്പോലെ ഒരു പെണ്ണ് വേണ്ട, ഇവിടെ സൂര്യ തന്നെ അവളെ ആട്ടിയിറക്കുന്നു. എന്താ എൻ്റെ പത്മ നീ ഇങ്ങനെ പറയുന്നത്? അതേ, സൂര്യ തന്നെ അവളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവരുടെ അഭിനയം കൊള്ളാം. ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാവർക്കും മുന്നിൽ അഭിനയിക്കാനുള്ള ആ ഒരു കഴിവൊക്കെ അവർക്ക് ഉണ്ടായല്ലോ. അത് വല്ലാത്തൊരു കഴിവ് തന്നെ. ഇത്രയും കഴിവ് ആർക്കും ഉണ്ടാവില്ല, ഇത്രയും അഭിനയിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറയാനായിട്ടോ. അങ്ങനെ ഈ വാക്കുകളെല്ലാം കേട്ട് വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ യതീന്ദ്രൻ. എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. തനിക്ക് ഉറക്കം കിട്ടുന്നില്ല. സൂര്യ തന്നോട് പോകാൻ പറഞ്ഞിരിക്കല്ലേ, അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. സൂര്യ സാറിന് വേണ്ടിയാണ് ഞാനിവിടെ നിന്നത്. എന്നാൽ സൂര്യ സാറ് തന്നെ എന്നോട് പോകാൻ പറഞ്ഞെങ്കിൽ ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പോവുക തന്നെയാണ് വേണ്ടത്. എന്തായാലും അത് നന്നായി, ഞാൻ പോവട്ടെ എന്നും പറഞ്ഞ് നന്ദിനി ദൈവങ്ങളുടെ മുന്നിൽ പോകുമ്പോൾ അമ്മയുടെ മുന്നിൽ ആര് വിളക്ക് വെക്കുന്ന എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. എന്തായാലും പോകുന്നെന്ന് എല്ലാവരുടെയും സംതൃപ്തിക്ക് വേണ്ടി എല്ലാവർക്കും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് പറയാണ്, ഇനി ഞാൻ പോകുന്നു. സൂര്യ സാറിന് ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാലോ എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ഇപ്പുറത്ത് സൂര്യ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ യതീന്ദ്രൻ ആകെ ടെൻഷനാവാണ്. യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല. എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് അലട്ടുന്നു. കാരണം സൂര്യൻ നന്ദിനിയോട് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പത്മ പറഞ്ഞ ആ വാക്ക് കേട്ട് തനിക്ക് ഉള്ളിൽ ഒരു ടെൻഷൻ വരികയാണ് കേട്ടോ. ഇനി നന്ദിനിയെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. അങ്ങനെ പത്മ പറയുന്നുണ്ടല്ലോ, ഇനി നിങ്ങളായിട്ട് ഇവിടെ പിടിച്ചു നിർത്തണ്ട, എൻ്റെ അന്തസ്സിന് ചേർന്ന ബന്ധമല്ല, അവനെ ഞാൻ നല്ല വിധത്തിൽ കല്യാണം കഴിപ്പിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടിയാണ് ഞാൻ അവന് ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ പത്മക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ. പത്മയുടെ കാര്യം അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലും നന്ദിനി കിച്ചണിൽ കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും വെളുപ്പാങ്കാലം 3-3:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നന്ദിനി കിച്ചണിൽ കയറി എല്ലാവർക്കുമുള്ള ഭക്ഷണം ഇങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ. അതും ചിരിച്ചും കൊണ്ട് സന്തോഷത്തോടു കൂടി ഈ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഓരോന്നോരോന്നായി ചെയ്യാണ് കേട്ടോ. പിന്നീട് നന്ദിനി മുറ്റമടിക്കാൻ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് കൊണ്ട് രാജു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ രാജുവിന് എന്താ ഇപ്പോൾ ഇതിങ്ങനെ എന്താ ഇത്ര നേരം വെളുത്തിട്ട് ഞാൻ എന്താ അറിയാതിരുന്നത് എന്നൊക്കെ പലവട്ടങ്ങളായി തന്നോട് തന്നെ ചോദിച്ച് താൻ പെട്ടെന്ന് പതിയെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നന്ദിനി അടുക്കളയിൽ നിൽക്കുന്നതാണ് കേട്ടോ. നന്ദിനി അടുക്കളയിൽ കാണുമ്പോൾ പെട്ടെന്ന് തൻ്റെ മൊബൈൽ എടുക്കുകയാണ്. അപ്പോൾ ഈ സമയമായിട്ടില്ലല്ലോ, 3:30-3:45 അല്ലേ ആവുന്നുള്ളൂ, ഇതെന്തേ നന്ദിനി ഇത്ര നേരത്തെ എഴുന്നേറ്റിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് രാജു പതിയെ നന്ദിനിയുടെ അരികിലോട്ട് പോവാണ്. നന്ദിനി, നീ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റിരിക്കുന്നത്? അതിൻ്റെ എന്താ ആവശ്യം? സമയമൊന്നും ആയിട്ടില്ലല്ലോ, 3-3:30 ആയിട്ടുള്ളൂ, പിന്നെ എന്തിനാ നീ ഇത്ര നേരത്തെ എണീക്കുന്നത്? എന്താ നന്ദിനി, നിനക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് പോവാ രാജുവേട്ടാ. എങ്ങോട്ടേക്ക് നന്ദിനി? ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാ. എന്താ നന്ദിനി, നിനക്കെന്താ വെഡിത്തം പറയുന്നോ? അതെ, സൂര്യ സാർ ഈ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു, ഇനി ഈ വീട്ടിൽ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്ന അർത്ഥമില്ലല്ലോ. അത് കേൾക്കുന്ന രാജു പറയണ, അതുകൊണ്ടൊന്നും നീ പോവേണ്ട, സൂര്യ സാർ ഇപ്പോൾ പറഞ്ഞതാവില്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ പറയാം, അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്നും വീട് വിട്ട് ഇറങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ.